നമസ്കാരം. നമ്മുടെ പോർട്ടിനെ സംബന്ധിച്ച് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ എവിടെയെങ്കിലും കാണുന്നുണ്ടോ എന്ന് ഭൂതക്കണ്ണാടി വെച്ച് നോക്കി നടക്കുകയാണ് സെയിലിംഗ് കമന്ററി. ഇന്നത്തെ സെയിലിംഗ് കമന്ററി ആരംഭിക്കുന്നു. ഒരു പ്രേക്ഷകൻ മീഡിയ സുഹൃത്താണെന്ന് തോന്നുന്നു. ട്രിവാൻഡ്രം പോർട്ടുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പോസിറ്റീവ് ന്യൂസ് സംഭവിക്കുന്നു അതുകൂടി ഉൾപ്പെടുത്തും. എക്സാമ്പിൾ, MSC ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മുടെ അറിവിൽ MSC എന്തെങ്കിലും പുതിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ നടത്തുന്നതായിട്ട് അറിയില്ല. വരാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൊച്ചിയിലോട്ട് കൊണ്ടുപോയ വിവരമാണ് നമുക്കറിയാവുന്നത്. സദേൺ ഇന്ത്യ മാനുഫാക്ചറേഴ്സ് ഇൻട്രസ്റ്റ് ഇൻ ട്രിവാൻഡ്രം പോർട്ട്. അതാദ്യം റിപ്പോർട്ട് ചെയ്തത് ടൈംസ് ഓഫ് ഇന്ത്യ ആണ്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിനെ ബേസ് ചെയ്തുകൊണ്ട് സെയിലിംഗ് കമന്ററിയാണ് പിന്നീട് അത് റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ പോസിറ്റീവ് ന്യൂസ് ഒന്നും മറച്ചു വയ്ക്കുന്നില്ല എന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ. മഹീന്ദ്ര കാർ പ്ലാന്റ്. എവിടെയാണ് ഈ മഹീന്ദ്ര കാർ പ്ലാന്റ് എന്ന് പ്രേക്ഷകരത് പറഞ്ഞു തന്നാൽ അന്വേഷിച്ച് പോകാമായിരുന്നു. ഇടയ്ക്കിങ്ങനെ മന്ത്രിയുടെ ഒരു മൊഴി ഉണ്ടായിരുന്നു, പക്ഷേ ആ മൊഴിയോടെ തന്നെ അത് ചീറ്റിപ്പോയി. ഗ്രീൻ എനർജി പ്രൊജക്റ്റ്. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ചില ക്യാപ്ഷൻസ് ഇറക്കുന്നതല്ലാതെ ഗ്രീൻ എനർജി പ്രൊജക്റ്റിനെ കുറിച്ച് നമ്മളൊന്നും കേട്ടിട്ടില്ല. സിമെന്റ് മാനുഫാക്ചറിങ്. അദാനി ഗ്രൂപ്പ് തന്നെ വ്യക്തമാക്കി അവരക്കാര്യത്തിൽ ഒരു തീരുമാനവും എടുത്തിട്ടില്ല എന്ന്. എക്സ്പെക്റ്റഡ് അതർ ഇൻവെസ്റ്റ്മെന്റ്സ്. ഇങ്ങോട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ട പ്രേക്ഷകൻ നമ്മളെ ഒന്ന് അറിയിക്കുക, നമ്മൾ അന്വേഷിക്കാം. പ്രതീക്ഷിക്കുന്ന നിക്ഷേപങ്ങൾ ആര് നിക്ഷേപിക്കാനാണ്? ഒരു ഫേവറബിൾ ന്യൂസ് പ്ലീസ്. ഒന്നാം തരം ഒരു ഫേവറബിൾ ന്യൂസ് ഇന്നലെ സംഭവിച്ചല്ലോ. ഗിരി എന്ന് പറയുന്ന ഒരാൾ സൂയിസൈഡ് ചെയ്തു. റിംഗ് റോഡിന് വേണ്ടി, ഗ്രോത്ത് കോറിഡോറിന് വേണ്ടി ഇത്രയും കാലം തന്റെ സ്ഥലം മരവിപ്പിച്ചിട്ടതിന്റെ പേരിൽ ബാങ്കുകാരെ ജപ്തി നോട്ടീസ് അയച്ചതോടെ അദ്ദേഹം ആത്മഹത്യ ചെയ്ത ഒന്നാം തരം ഒരു പോസിറ്റീവ് ന്യൂസാണ് നമ്മുടെ തുറമുഖവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ സംഭവിച്ചിരിക്കുന്നത്. പോസിറ്റീവ് ന്യൂസ് എല്ലാം സംഭവിക്കുന്നത് വാളയാറിന് കിഴക്കാണ്, അല്ലെങ്കിൽ പാറശാലയ്ക്ക് കിഴക്കാണ്. ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. വാസ്തവത്തിൽ അവിടെയൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങൾ അറിയുമ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ നിന്ന് 10-28 MP-മാരുണ്ട്. ആരെങ്കിലും ഇതൊക്കെ വായിക്കുന്നുണ്ടോ? ആർക്കെങ്കിലും ഇത് പാർലമെന്റിൽ ഒരു ചോദ്യമായിട്ട് കൊണ്ടുവരാൻ തോന്നുന്നുണ്ടോ? 520 ബില്യൺ, 52,000 കോടി രൂപ, ഡോളറല്ല രൂപ. 520 ബില്യൺ പോർട്ട് കണക്ടിവിറ്റി പ്രോജക്ട്സ് കംപ്ലീറ്റഡ്. പോർട്ടുകളെ കണക്ട് ചെയ്യുന്ന 52,000 കോടി രൂപയുടെ പദ്ധതികൾ പൂർത്തിയാക്കി. എവിടെ? ഞാൻ പല തവണ ആവർത്തിച്ച് വായിച്ചു നോക്കി. തിരുവനന്തപുരമില്ല. കേരളത്തിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചു, അതും കണ്ടില്ല. എ ടോട്ടൽ ഓഫ് 84 projects with an investment of rupees 521.99 billion have been completed. പൂർത്തിയാക്കിയെന്ന് പറയുമ്പോൾ നമ്മൾ കാണണ്ടേ? നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോർട്ട് കണക്ടിവിറ്റിയാണ്. നമ്മുടെ പോർട്ടിന്റെ കണക്ടിവിറ്റി ഇന്നലെ റിപ്പോർട്ട് വന്നു. ജോണി ജോൺ ഇന്നലെ റിപ്പോർട്ട് ചെയ്യുന്നു, ഒന്നും കാണുന്നില്ല എന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ കണ്ണിലൊന്നും കാണുന്നില്ല. ബൈപ്പാസിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ ശൂന്യമാണ്. അങ്ങുള്ളിൽ എവിടെയൊന്നും അനങ്ങുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കണ്ണിൽ ഇപ്പോഴും കാണുന്നില്ല എന്നാണ് അദ്ദേഹം ഇന്നലെ അറിയിച്ചത്. എമംഗ് ദി ലീഡിംഗ് സ്റ്റേറ്റ്സ്. ഇവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. അവിടെയും MLA-മാരുണ്ട്, MP-മാരുണ്ട്. ഇവിടെയും ഉണ്ട് MLA-മാരും MP-മാരും. Among the leading states, Odisha has completed 11 projects with an investment of rupees 138 billion. 13,800 കോടി രൂപയുടെ കണക്ടിവിറ്റി പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തു. While AP has finished 16 projects amounting rupees 93.12 billion. 9,312 ബില്യന്റെ 16 projects ആന്ധ്രാപ്രദേശ് കംപ്ലീറ്റ് ചെയ്തു. Gujarat has completed 8 projects with total investment of rupees 80.48 billion. 848 കോടി. മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്നതാണ്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ മതിയോ? നമ്മുടെ നാട്ടിലെ കാര്യങ്ങളെന്ന് പറഞ്ഞുകൊണ്ട്
ഈ നടക്കുന്ന സംസ്ഥാനങ്ങളിലെ കാര്യങ്ങളാണെങ്കിൽ ഡെയിലി പറയാൻ ഒത്തിരി റിപ്പോർട്ടുകളുണ്ട്. ഓരോ സംസ്ഥാനത്തിന്റെ അക്കൗണ്ടിലാണ്, കേന്ദ്രം പുറത്തുവിട്ട കണക്കാണ്. പ്രോഗ്രസിംഗ് പ്രൊജക്ട്സ്. അതിനു മുമ്പ് തമിഴ്നാട് ഫോളോസ് വിത്ത് 10 പ്രൊജക്ട്സ് കോസ്റ്റിംഗ് ₹109.56 ബില്യൺ, 1956 കോടി രൂപ അക്കോർഡിംഗ് ടു ഗവൺമെന്റ് ഡാറ്റ. തമിഴ്നാട്ടിൽ നടക്കുന്നുണ്ട് കണക്ടിവിറ്റിയുടെ 10,000 കോടി രൂപയുടെ പൂർത്തിയാക്കി. തമിഴ്നാട്ടിലത് ഇപ്പോൾ തുടരുന്നതാണ്. പ്രോഗ്രസിംഗ് പ്രൊജക്ട്സിന്റെ കൂട്ടത്തിലാണ് തമിഴ്നാട് വന്നിരിക്കുന്നത്. അതിന്റെ കൂട്ടത്തിൽ മഹാരാഷ്ട്രയുണ്ട്. മഹാരാഷ്ട്ര റാങ്ക്സ് ഹയസ്റ്റ് ഇൻ ദിസ് കാറ്റഗറി with 24 projects totaling ₹248.10 billion, 24,810 കോടി രൂപയുടെ 24 പ്രൊജക്റ്റുകളാണ് അവിടെ. പോർട്ട് കണക്ടിവിറ്റിയാണ്, വേറെ വ്യവസായങ്ങളൊന്നുമില്ല. പോർട്ട് കണക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ മഹാരാഷ്ട്രയിൽ നടന്നു വരുന്നതിൽ അവരാണ് ഏറ്റവും ഉയർന്ന. ഇത്രയും വായിച്ചെടുത്തും ഒരെണ്ണം കേരളത്തിന്റെ കേരളം എന്ന് പറഞ്ഞൊരു വാക്ക് പോലുമില്ല. ഇത് കേന്ദ്ര സംസ്ഥാന പ്രൊജക്റ്റുകളല്ലേ? എന്തുകൊണ്ട് നമ്മുടെ MP-മാർ, തിരുവനന്തപുരത്ത് 2 MP-മാരുണ്ട്, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അവരെ കുറിച്ച്, കമാന്നൊരക്ഷരം ഈ പോർട്ടിന്റെ കണക്ടിവിറ്റി. ശശി തരൂർ ഒരിക്കൽ പാർലമെന്റിൽ ചോദിച്ചു, ഇല്ല എന്ന് പറയുന്നില്ല. അതോടെ തീർന്നു, അദ്ദേഹത്തിന്റെ ദൗത്യം തീർന്നു. അദ്ദേഹം വിദേശത്ത് യാത്രയിലായിരിക്കും, ഇപ്പോൾ സുഖവാസത്തിന് പോയിട്ടുണ്ടാവും. ഇവിടെ നിന്ന്, ഈ നാട്ടിൽ നിന്ന് മേൽനോട്ടം വഹിച്ച് അതാത് വകുപ്പുകളെ കോർഡിനേറ്റ് ചെയ്ത് പദ്ധതി പൂർത്തിയാക്കിക്കേണ്ട ആളാണ് അദ്ദേഹം. അതിനുവേണ്ടിയാണ് ജനങ്ങൾ അദ്ദേഹത്തെ തെരഞ്ഞെടുത്തത്. മറ്റു പലരെയും പരാജയപ്പെടുത്തി അദ്ദേഹം വിജയിക്കാൻ കഴിഞ്ഞെങ്കിൽ ഈ നാട്ടിൽ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയാണ് അദ്ദേഹത്തെ വിജയിപ്പിച്ചത്. പക്ഷെ തിരിച്ചെന്താണ് അദ്ദേഹം ചെയ്യുന്നത്? പതിവ് പോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം. വല്ലപ്പോഴും ഒരിക്കൽ പാർലമെന്റിൽ അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് പ്രാഗൽഭ്യം പ്രകടിപ്പിക്കുന്ന കുറച്ച് വർത്തമാനം പറയും, അതോടെ തീരും. The government released a report titled Connectivity of Ports. നമ്മുടെ നാട്ടിൽ ഇത് പോർട്ടല്ലേ? നമ്മുടെ നാട്ടിൽ എന്താണ് നടക്കുന്നത്? ഇന്ത്യയിൽ ആദ്യത്തെ പോർട്ടിന്റെ പരിഗണന കേന്ദ്രം തരുന്നില്ലെങ്കിൽ പിടിച്ചു വാങ്ങേണ്ട കർത്തവ്യം സംസ്ഥാനത്തിനുണ്ട്, ഇവിടുത്തെ MP-മാർക്കുണ്ട്, MLA-മാർക്കുണ്ട്. ഇതുപോലെ മനസ്സിലാവുന്നുണ്ടോ? ഇവിടുത്തെ MLA-മാർക്ക്, സ്ഥലത്തെ MLA-ക്ക് ഇതുപോലെ മനസ്സിലാവുന്നുണ്ട്? ഇനി വരും, സമയമാവുന്നുണ്ട് അടുത്ത ഇലക്ഷന്. The government released a report titled Connectivity of Ports to Industrial Nodes. അതുകൊണ്ടായിരിക്കും, ഇൻഡസ്ട്രിയും നോഡും ഒന്നും ഇല്ലല്ലോ, പിന്നെ എങ്ങനെ കണക്ട് ചെയ്യും പോർട്ടിന്? ചുരുക്കത്തിൽ അതാണ് സംഭവം. കേരളത്തിൽ കണക്ട് ചെയ്യാൻ ഒരു ഇൻഡസ്ട്രിയും ഇല്ല, ഇൻഡസ്ട്രിയൽ നോഡ്സും ഇല്ല. Which conducted a gap analysis of the connectivity between seaports and existing or upcoming nodes within different industrial corridors. ഇവിടെ ഒന്നുമില്ലല്ലോ, പിന്നെ ആരെന്ത് ചോദിക്കാനാണ്? MLA-മാർക്ക് രക്ഷപ്പെടാം, MP-മാർക്ക് രക്ഷപ്പെടാം. ഇവിടെ ഇൻഡസ്ട്രിയൽ നോട്ട്സ് ഒന്നുമില്ല, പിന്നെ ഞങ്ങൾ എന്ത് ചോദിക്കാനാണ്? അത് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? ഇൻഡസ്ട്രിയൽ നോട്ട്സ് ഇവിടെ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? കഷ്ടമാണ്, മലയാളികളുടെ കാര്യം കഷ്ടമാണ്. ഒരു പഴയ മന്ത്രി പറയുന്നുണ്ട്, മലയാളികളെല്ലാം മറ്റു നാടുകളിലോട്ട് പോട്ടെ, ഞങ്ങളെപ്പോലുള്ള കുറേ രാഷ്ട്രീയക്കാർ മാത്രം ഇവിടെ തിന്നുകൊഴുത്ത് ജീവിച്ചോളാം. ഭയങ്കര ഗതികെട്ട ഒരു അഭിപ്രായമാണ് കേട്ടത്. പ്രധാനപ്പെട്ട ഒരു നേതാവാണ്, പലതവണ മന്ത്രിയായിരുന്നയാളാണ്. അദ്ദേഹം പറയാണ്, മലയാളികളെല്ലാം മറ്റു നാടുകളിലോട്ട് പോട്ടെ, ഇവിടെ ഇൻവെസ്റ്റ്മെന്റ്സ് ഒന്നും വരുന്നില്ല. ഇവിടെ രാഷ്ട്രീയക്കാരുടെ ആവശ്യം എന്താണ്? ഇൻവെസ്റ്റ്മെന്റ്സ് ഒന്നും വരുന്നില്ലെങ്കിൽ രാഷ്ട്രീയക്കാരെ കൊണ്ട് എന്താണ് ഗുണം? ഇവിടെ കഷ്ടമായി പോകുന്നത്. ഇത് ദയവേത് ഞങ്ങളുടെയൊക്കെ ജീവിതം നിങ്ങൾ നശിപ്പിച്ചു. ഇനി വരുന്ന തലമുറ, കൊച്ചുകുട്ടികൾ, അവർ വലിയ പ്രതീക്ഷയോടെയാണ് ഈ പോർട്ടിനെ കാണുന്നത്. നിങ്ങൾ ദ്രോഹിക്കരുത്, ചതിക്കരുത് അവരെ.